ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊരു ശനി ഞായർ ഒഴിവ് ദിവസമൊക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അവിടെ വരുമ്പോൾ വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയൊക്കെ വന്നു. പിന്നെ അമ്മയാണെങ്കിൽ നല്ലൊരു ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കാപ്പി എല്ലാതും കുടിച്ചു, വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് കിലോൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ കില്ലുവിന് പിറന്നാൾ ആയിട്ട് കില്ലുവിനൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല ടൈറ്റ് ലൂസായിരുന്നു. അപ്പോൾ അത് സൈഡൊക്കെ ഒന്ന് പിടിക്കാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് പുതിയതൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയാക്കി. അപ്പോൾ അതിനിടയിൽ നമ്മളങ്ങനെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും എല്ലാവരും വന്നു, ഏട്ടനെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കലാണ്. 2 കേക്ക് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കിയതാണ്, നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതല്ല. ഇപ്പോൾ അമ്മ കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ വർഷമായി ഇപ്പോൾ അമ്മ തന്നെയാണ് ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, അതുപോലെ മക്കളുടെ പിറന്നാളാണെങ്കിലും കണ്ണൻ്റെ നീത്തുൻ്റെ ആരുടെ ആണെങ്കിലും ഞങ്ങളെ വീട്ടിൽ കേട്ടോ, പുറത്തേക്കൊന്നുമില്ല. അങ്ങനെയൊക്കെ അമ്മ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുക. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല സുഖമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത് ആ ഒരു പൈസയ്ക്ക് നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെ നമുക്ക് 2-3 കേക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത്യാവശ്യത്തിനായി അപ്പോൾ അങ്ങനെ 2 കേക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി കേക്കാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയത് ആയതുകൊണ്ട് പറയില്ല. അവന് വാഞ്ചിയോ കേക്കും അതുപോലെ ബട്ടർ സ്കോച്ചുമാണ്. 3-4 കിലോൻ്റെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബഹളമാണ് ആ ഒരു സമയത്ത് കേട്ടോ. എല്ലാവരും കൂടി നമ്മളങ്ങനെ സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. പിന്നെ അതങ്ങനെ ചെറിയവർക്കൊക്കെ അതൊക്കെ മുറിച്ചു, അങ്ങനെയൊക്കെ എല്ലാവർക്കും കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇന്ന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി, ഇനിയിപ്പോൾ വീട്ടിൽ അമ്മോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്കിന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിക്ക് പിന്നെ അങ്ങനെ ഫുഡിൻ്റെ പണികളൊന്നും അമ്മോട് പറഞ്ഞിരുന്നു ഒന്നും ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ അമ്മ ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മന്തി റൈസും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കാനിരുന്നു നമ്മൾ ഹാളിൽ. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ കയ്യിലൊക്കെ ഇട്ടിട്ട് അതിലാണ് എല്ലാവരും കൂടി വട്ടത്തിലിരുന്നിട്ട് നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പിറന്നാൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. സാധാരണ കില്ലു അവിടെയാണ്, അല്ലുമോന അവിടെയാണ്, അപ്പോൾ അവിടെയാണ് അവരെ ആഘോഷിക്കുക, ഞങ്ങളിവിടെ പൊന്നാനിയിലാണ് ആഘോഷിക്കുക. വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ കോലത്തേക്ക് വരാറുണ്ടെന്ന് മാത്രം. പിന്നെ അതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിറന്നാൾ ഇതുപോലെ കോലത്ത് വന്നൊരു സമയത്തായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കാറേ ഇല്ല കേട്ടോ. ആഘോഷിക്കാറില്ല. കല്യാണത്തിൻ്റെ മുന്നൊക്കെ ആയിരുന്നു ആഘോഷിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആഘോഷിക്കാറില്ല. ഞാനത് ചിലപ്പോൾ മറന്നേ പോകും, അങ്ങനെയാണ്. അതും മറന്നു പോകും മിക്കവാറും, അതാണ് ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ പിറന്നാളൊക്കെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു, അങ്ങനെയാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ചിലപ്പോൾ എല്ലാവരും കൂടുക. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം
കില്ലുവിൻ്റെ പിറന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അതിന് ഒരുമിച്ച് കൂടാനൊക്കെ പറ്റി. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛൻ്റെ ഒക്കെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ സന്തോഷിക്കാനോ ഒരുമിച്ച് കൂടാനൊക്കെ പറ്റിയപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.